പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഫേസ് യോഗ ചെയ്യാം. അതായത് നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ടും മുഖവും കഴുത്തുമൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് യോഗയാണ്. ഇത് നമ്മൾ റൊട്ടീനായിട്ട് ഒരു മാക്സിമം ഒരു 5-8 മിനിറ്റെങ്കിലും ഇത് ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 70 വയസ്സൊക്കെ ആയാലും നിങ്ങളുടെ മുഖവും കഴുത്തുമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ഫേസ് യോഗ ചെയ്യുന്നത് മൂലം നമ്മുടെ നമ്മുടെ മസിൽസ്, നമ്മുടെ ഫേസിലൊക്കെ കുഞ്ഞു മസിൽസ് ഉണ്ട്, അതെല്ലാം നല്ല സ്ട്രെച്ചായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങും. നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വെക്കാനായിട്ടും റിങ്കിൾസൊക്കെ ഇല്ലാതിരിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് യോഗയാണ്. നമുക്ക് പിന്നെ ഒരു ഏജ് ആയാലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കും, പ്രായം തോന്നിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ പ്രായം തോന്നിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല, പ്രായം തോന്നിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഉള്ളവർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ തോന്നിക്കുന്നത് വിഷമം ഉള്ളെന്നുള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ ചെയ്യണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള സമയം വരെ നമുക്കിത് ചെയ്യാം, അല്ലാത്തപ്പോൾ വിട്ടേരെ. അപ്പോൾ നമുക്ക് പറ്റുന്നിടം വരെ നമുക്ക് ചെയ്യാം. അപ്പം താല്പര്യമുള്ളവർ ഇത് ചെയ്യാവുന്നതാണ്, നല്ല റിസൾട്ടാണ്. ഒരുപാട് ഫേസ് യോഗകളും ഫേസ് മസാജുകളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം ഉള്ളവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക? എന്തായാലും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൊട്ടീനായിട്ട് പല കാര്യങ്ങൾ ചെയ്യണം. ഫേസ് യോഗ, ഫേസ് മസാജ്, അതുപോലെ തന്നെ ഫേസ് പായ്ക്കുകൾ, ഫേസ് ക്രീമുകൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തേക്കാവുന്നതാണ്. ഞാനിതൊക്കെയാണ് തേക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തു പോകാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഫേസ് യോഗ ചെയ്ത് നോക്കിയാലോ? അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ എന്താണ് ചെയ്യുന്നത്, ഫേസിൽ നമുക്ക് എന്തെങ്കിലും ഡ്രൈ സ്കിന്നുകാർ എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ നല്ലെണ്ണയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിന് കുരുക്കളൊന്നുമില്ല, നിങ്ങളുടെ സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചേരുന്ന എന്താണ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണ് ചേരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളൊരു ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും ഒരു ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ മസാജല്ല, ഫേസ് യോഗയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ചെയ്യുമ്പം സ്കിന്ന് നന്നായിട്ട് വലിയും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഓയിലി സ്കിന്നിന് ചേരുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി ഡ്രൈയും കൂടെ കൂടി ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ ഉള്ള സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തേക്കുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്, ഓയിലി സ്കിന്നുകാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടാകുന്ന മോയ്സ്ചറൈസർ എടുക്കുക. ഞാനിവിടെ എല്ലാവർക്കും അറിയാം, ഇപ്പോഴും പറയുന്നതാണ്, ഡോട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ. ആ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചറൈസർ എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള മോയ്സ്ചറൈസർ എടുക്കുക, ഫേസിൽ നെക്കിലുമായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആവാനായിട്ടും സാഗ് ചെയ്യാതിരിക്കാനായിട്ടും റിങ്കിൾസൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്നൊരു ഫേസ് യോഗയാണ്. അത് നമ്മൾ ആദ്യം നമ്മൾ കവിള് നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക. ഇങ്ങനെ കവിള് വീർപ്പിച്ച് പിടിക്കുന്നത് നമുക്ക് കവിള് വീർപ്പിച്ച് പിടിക്കുന്നത് നമുക്കൊരു വിഷമം തോന്നും. ഇപ്പം ഒന്ന് ലൂസാക്കിയേക്കാം എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ചെയ്യുന്ന സമയം വരെ നമുക്ക് കവിള വീർപ്പിച്ച് പിടിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നേരം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു 10 തവണ നമുക്ക് ചെയ്യണം. ഓക്കെ,
അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെ ഒത്തിരി നേരം നീണ്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഒന്നിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് പുറകോട്ട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ വെക്കുക. നല്ലതായിട്ട് ടൈറ്റാക്കി പിടിക്കുക. ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൺ സൈഡ് കവിള് വീർപ്പിച്ച് പിടിക്കുക, എന്നിട്ട് ടാപ്പ് ചെയ്യുക. പതുക്കെ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു 10 പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മേളിലോട്ട് കഴുത്തിനും ഫേസിനൂടെ കൊടുക്കുന്ന ഒരു ഫേസ് യോഗയാണ്. മേളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ നാക്കെടുത്ത് മേളിൽ മുട്ടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല സ്ട്രെച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും, നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ആ പേശികളൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 10 തവണ തന്നെ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ചുളിവ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഫേസ് യോഗയാണ്. നമ്മുടെ നാക്ക് കൊണ്ടിട്ട് ഇങ്ങനെ മേൽഭാഗത്ത് നാക്ക് ടച്ച് ചെയ്ത് തള്ളിപ്പിടിക്കുക. താഴ്ഭാഗത്തും ഇതുപോലെ ഈ ചുണ്ടിൻ്റെ ഈ താകത്തായിട്ട് നാക്ക് വെച്ചിട്ട് തള്ളി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഒരു 10 തവണ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഈ 2 സൈഡ് ഇത് ഒരു 10 തവണ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക നാക്ക് വെച്ചിട്ട്. പത്ത് തവണ ചെയ്യുക. തിരിച്ച് ഇതും 10 തവണ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള റിങ്കിൾസ് നന്നായിട്ട് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ കണ്ണിനാണ്. അപ്പോൾ കണ്ണിനുള്ള ഒരു ഫേസ് യോഗയാണ്. ആദ്യം നമ്മൾ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുകളിലോട്ട് നമ്മുടെ മുഖം നേരെ വെക്കുക. മുകളിലോട്ട് കണ്ണ് മാത്രം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എത്രയും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും താഴോട്ട് മുകളിലോട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. താഴോട്ട് വീണ്ടും 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. താഴോട്ട്. ഇതൊരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം റൈറ്റും ലെഫ്റ്റും നോക്കുക.
ഇതൊരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കണ്ണിറുക്കി അടയ്ക്കുക, തുറക്കുക. ഇതൊരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ നെറ്റിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. 3 വിരൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക, പിന്നെ രണ്ടും 10 വട്ടം നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്ത് ടാപ്പ് ചെയ്യുക. ഒരു മിനിറ്റോളം ടാപ്പിങ് തുടരുക. നെക്സ്റ്റ് നമ്മൾ ഈ ഭാഗത്ത് തന്നെ 10 വട്ടം ചെയ്യുക. ഈ ഭാഗത്തും 10 വട്ടം ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ റിങ്കിൾസ് കാണുന്ന ഒരു ഭാഗമാണ് ഇത്. ഇവിടെ നമുക്ക് കൂടുതൽ മസാജ് കൊടുക്കാം. ഇവിടെയും കണ്ണിൻ്റെ അവിടെയൊക്കെയാണ് കൂടുതൽ റിങ്കിൾസ് വരുന്നത്. അടുത്ത് നമുക്ക് കഴുത്തിന് കൊടുക്കാം. കഴുത്ത് മേളിലോട്ട് പിടിക്കുക, കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആദ്യം ക്ലോക്ക് വൈസിൽ 10 വട്ടം, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ. നല്ലതായിട്ട് റൗണ്ട് ചെയ്യണം കേട്ടോ. എൻ്റെ തലയിലേന്ന് കെട്ടി വെച്ചേക്കുന്നുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടാണ് കറക്കാനായിട്ട്. അപ്പം നിങ്ങൾ നല്ലതായിട്ട് നേരെ വന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വന്ന് എടുത്തു, പിന്നെ അതുപോലെ തന്നെ തിരിച്ചും, അങ്ങനെ നല്ല രീതിയിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 വട്ടം ചെയ്യണം. ഇത് നമ്മുടെ കഴുത്തിനും പെടലിക്കും ഒക്കെ വേദന കുറയ്ക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു എക്സസൈസാണ്. ഇനി നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം മേളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ വെക്കുക. നല്ല രീതിയിൽ ഇവിടെ സ്ട്രെച്ച് വരും. ഇങ്ങനെ 10 വട്ടം ചെയ്യുക. ഇത് നമ്മുടെ പെടലി വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ കഴുത്തിലുള്ള പേശികളൊക്കെ നല്ല ബലപ്പെടുത്തി റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും നല്ല പേശികളൊക്കെ നല്ല ബലപ്പെടുത്താനായിട്ട് ടൈറ്റ് ആവാനായിട്ടും ഒക്കെ ഇത് ഒത്തിരി അധികം സഹായിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം പത്ത് വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പേശികളൊക്കെ ബലപ്പെടുത്തി നല്ല സ്ട്രെച്ചാക്കി സ്കിന്ന് നല്ല ടൈറ്റ് ആവാനായിട്ടും ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാം സഹായിക്കുന്ന ഫേസ് യോഗകളും എക്സസൈസും ഒക്കെ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാവരും റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്കിന്നിലൊക്കെ നമ്മുടെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടി പേശികളൊക്കെ നല്ല ടൈറ്റായി നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഒരു 60-70 വയസ്സായാലും നമ്മുടെ സ്കിന്നൊക്കെ മനോഹരമായിട്ട് തന്നെ റിങ്കിൾസൊക്കെ ഇല്ലാതെ തന്നെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഇത് റുട്ടീനായിട്ട് ചെയ്തു പോവുക. ഇത് നിങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ടൊരു മോയ്സ്ചറൈസറോ ഓയിലോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ. ഡ്രൈ സ്കിന്നുകാരും മസ്റ്റായിട്ടും ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കയറി കിടക്കുക. ഇങ്ങനെ നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ മുഖത്തൊരു തുടിപ്പും എന്താ പറയുക നമുക്ക് ആ ഒന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ മുഖം കാണുമ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.